PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് വരുന്നത്. അപ്പോൾ 6 ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഒരുപാട് പേര് പുതിയതായിട്ട് വന്നിട്ടുള്ളവരുണ്ട്. അപ്പോൾ ആദ്യം മുതലേ ഫോളോ ചെയ്ത് വരുന്നവർക്ക് കൃത്യമായിട്ട് ഏത് സമയത്താണെന്നൊക്കെ അറിയാം. പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ആദ്യത്തെ ക്ലാസ് 6 മണിക്കാണ്, കാലത്ത് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ദെൻ അടുത്തത് 9 മണിക്കാണ്. അത് കഴിഞ്ഞിട്ട് 12 മണിക്ക് അടുത്ത ക്ലാസ് വരും. ദെൻ അത് കഴിഞ്ഞ് 3 മണിക്ക് അടുത്ത ക്ലാസ് വരും. ഓക്കെ, ഇത്രയും ക്ലാസ് എന്ന് പറയുന്നത് ഇത് റെക്കോർഡഡ് ക്ലാസ് ആണ്. ഇതിൽ GK പോർഷൻസും മാത്സും ഇംഗ്ലീഷും എല്ലാം കവർ ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് രാത്രി 8 മണിക്ക് PYQ ഡിസ്കഷൻ ആണ് വരുന്നത്. ദെൻ രാത്രി 10:30 എക്സ്പെക്റ്റഡ് CA കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആണ്. ഇത് രണ്ടും നമുക്ക് ലൈവ് ക്ലാസ് ആണ് വരുന്നത്. അപ്പോൾ 2 ലൈവ് ക്ലാസ്സും 4 റെക്കോർഡഡ് ക്ലാസ്സും, ഇങ്ങനെ ടോട്ടൽ 6 ക്ലാസ് ആണ് നിങ്ങൾക്ക് ഒരു ദിവസം ലഭിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായിട്ട് അറിയിക്കാം. ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ക്ലാസ് കേൾക്കാനിരിക്കുമ്പോൾ എപ്പോഴും നോട്ട്സ് തയ്യാറാക്കിയിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. നോട്ട്ബുക്ക് കയ്യിൽ വേണം, പഠിക്കുക, നോട്ട്സ് തയ്യാറാക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ മസ്റ്റായിട്ടും ജോയിൻ ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഓരോ ദിവസവും നൽകുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസും പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ PDF-ഉം കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാം വഴിയാണ് കൊടുക്കുന്നത്. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. നമ്മൾ ഇന്ന് നോക്കുന്നത് ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, നിശേഷ ഹരണത്തിൻ്റെ വീഡിയോ ചെയ്യുമോ എന്നുള്ളത്. ഓക്കെ, എത്ര വലിയൊരു സംഖ്യ തന്നാലും അതിനെ 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ 6 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്നുള്ളത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിശേഷം ഹരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നമ്മൾ ഹരിക്കുന്ന സമയത്ത് ശിഷ്ടം എന്ത് വരണം? 0 വരണം. ഓക്കെ, ശിഷ്ടം 0 വരണം. അതാണ് നിശേഷം ഹരിക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു സംഖ്യ തന്നു, അതിനെ നിശേഷം 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഉപകാരപ്പെടുന്നത് ഇത്തിരി വലിയ സംഖ്യകളൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ ഇങ്ങനെ ഒരു നമ്പറൊക്കെ തന്നു കഴിഞ്ഞിട്ട് ഇതിനെ ഇങ്ങനെ 2 ÷ 2 എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് 2 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്കിങ്ങനെ സെക്കൻഡ് കൊണ്ട് കണ്ട് മനസ്സിലാക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ ഇത്രയും വലിയ സംഖ്യയായിട്ട് നമുക്ക് ഹരിക്കുമ്പോൾ 2 ആകുമ്പോൾ പിന്നെയും കുറച്ചുകൂടെ എളുപ്പമാണ്. 8ഉം 9ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇട്ട് ഹരിച്ച് നോക്കുമ്പോൾ കുറേ ടൈം എടുക്കും. അപ്പോൾ കറക്റ്റായിട്ട് അതിൽ പോവോ എന്നുള്ളത് നമുക്ക് സെക്കൻഡ് കൊണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ നോക്കുക, 2. ഏതൊരു സംഖ്യയെയും 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ, ശിഷ്ടം വരാതെ ഹരിക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്ത് നോക്കാന്ന് വെച്ചാൽ, തന്നിരിക്കുന്ന സംഖ്യ ഇരട്ട സംഖ്യ ആവണം. ഓക്കെ, തന്നിരിക്കുന്ന സംഖ്യ ഇരട്ട സംഖ്യ ആണോ എന്നുള്ളത് നോക്കാം. എങ്ങനെയാണ് ഇപ്പോൾ ഇരട്ട സംഖ്യ അറിയാം? 2, 4, 6, 8 ഒക്കെ നമുക്കറിയാം, 10, 12 ഒക്കെ അല്ലേ. ഇച്ചിരി വലിയ സംഖ്യ ആണെങ്കിൽ എന്ത് ചെയ്യണം? ഇരട്ട സംഖ്യ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ അവസാനത്തെ അക്കം നോക്കുക. അവസാനത്തെ അക്കം 0, 2, 4, 6, 8 ഇത്രയും സംഖ്യകൾ വന്നു കഴിഞ്ഞാൽ അതെന്താണ്? ഇരട്ട സംഖ്യയാണ്. ഓക്കെ, അപ്പോൾ 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്നൊരു സംഖ്യയെ നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്ത് നോക്കുക? അതിൻ്റെ അവസാനത്തെ അക്കം 0, 2, 4, 6, 8 ഇത്രയും സംഖ്യയിൽ വരുന്ന സംഖ്യകളാണെങ്കിൽ അവസാനത്തെ സംഖ്യ മാത്രം നോക്കിയാൽ മതി. ഇതിലേതെങ്കിലും ഒരു സംഖ്യ ആണോ എന്നുള്ളത് നോക്കുക. ആണെങ്കിൽ എന്ത് ചെയ്യാം? ആ മുഴുവൻ സംഖ്യയെ നമുക്ക് എന്ത് ചെയ്യാം? 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. അതായത് ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുക, ഇപ്പോൾ ഇവിടെ 46 എന്ന് പറയുന്ന സംഖ്യ 2ൽ കറക്റ്റായിട്ട് പോകുമെന്നറിയാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? 6 മാത്രം നോക്കിയാൽ മതി. 6 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇരട്ട സംഖ്യയാണ്. അതുകൊണ്ട് ഈ 46നെ മൊത്തമായിട്ട് നമുക്ക് 2 കൊണ്ട് നിശേഷം ഹരിക്കാം. 46 പിന്നെയും ചെറിയ സംഖ്യയാണ് അല്ലേ. ഇപ്പം നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന സംഖ്യ നോക്കാം, 9, 8, 6, 2, 8 ഇത്രയും വലിയ സംഖ്യയാണ്. ഇത് 2 കൊണ്ട് കറക്റ്റായിട്ട് പോകുന്നത് എങ്ങനെ അറിയാം? ലാസ്റ്റിലെ സംഖ്യ നോക്കുക, അവസാനം എന്താണ്? 8 ആണ്. 8 എന്ന് പറയുന്നത് എന്താണ്? ഇരട്ട സംഖ്യയാണ് അല്ലേ. അപ്പോൾ ഈ മൊത്തം സംഖ്യയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പോൾ 2 കൊണ്ട് ഒരു സംഖ്യയെ നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? തന്നിരിക്കുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം നോക്കുക, 0, 2, 4, 6, 8 ഇതിൽ ഏതെങ്കിലും ഒരു സംഖ്യയാണോ, ആ മുഴുവൻ സംഖ്യയെ നമുക്ക് എന്ത് ചെയ്യാം? 2 കൊണ്ട് നിശേഷം ഹരിക്കാം. അടുത്തത് 3ൻ്റെയാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു സംഖ്യ തന്നിട്ട് അത് 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ, ശിഷ്ടം വരാതെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്നുള്ളത് എങ്ങനെയാണ് ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ,
നമുക്ക് തന്നിരിക്കുന്ന സംഖ്യകളിലെ അക്കങ്ങൾ മുഴുവനും കൂട്ടുക. ഓക്കെ, ഓരോ സംഖ്യയും തമ്മിൽ കൂട്ടുക. കൂട്ടിക്കിട്ടുന്ന ഉത്തരം 3 3ന്റെ ഗുണിതമോ ആണെങ്കിൽ നമുക്ക് ആ മൊത്തം സംഖ്യ എന്ത് ചെയ്യാം? 3 കൊണ്ട് നിശേഷം ഹരിക്കാം. അതായത് ഞാൻ പറഞ്ഞുതരാം, 123 എന്ന് പറയുന്ന ഒരു സംഖ്യ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ സംഖ്യ 3 കൊണ്ട് നമുക്ക് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്നുള്ളത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക? 123 എല്ലാ സംഖ്യകളും കൂടെ തമ്മിൽ കൂട്ടാന്നാണ് ഞാൻ പറഞ്ഞത് അല്ലേ? അതായത് 1 + 2 + 3. 123 എന്ന് പറയുമ്പോൾ 1 + 2 + 3 മുഴുവനും തമ്മിൽ കൂട്ടാം. 1 2 3 3 3 എത്രയാണ്? 6 വരിക. 6 എന്ന് പറയുന്നത് എന്താണ്? 3ന്റെ ഒരു ഗുണിതമാണ്. 3 2 6 അല്ലേ? 3ന്റെ ഗുണിതമായതുകൊണ്ട് ഈ മൊത്തം സംഖ്യ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. മനസ്സിലായല്ലോ? ഒരു സംഖ്യ കൂടെ നോക്കാം. ഇപ്പോൾ 495 എന്ന് പറയുന്ന സംഖ്യ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ സംഖ്യയെ 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ? അത് എങ്ങനെ ചെക്ക് ചെയ്യാം? നമുക്ക് ഈ 3 സംഖ്യയും കൂടെ കൂട്ടി നോക്കാം. 4 + 9 + 5 അല്ലേ? 9 5 എത്രയാണ്? 14 14 4 എത്രയാണ്? 18 അല്ലേ? കൂട്ടുമ്പോൾ 18 എന്ന് കിട്ടി. 18 എന്ന് പറയുന്നത് 3ന്റെ ഗുണിതമല്ലേ? 6 3 18 അല്ലേ? അപ്പോൾ 18 എന്ന് പറയുന്നത് 3ന്റെ ഒരു ഗുണിതമായതുകൊണ്ട് ഈ മൊത്തം സംഖ്യ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതുപോലെ എത്ര വലിയ സംഖ്യ ആണെങ്കിലും ഇപ്പം നമുക്ക് നോക്കാം. ഇപ്പം ഇങ്ങനെ ഒരു സംഖ്യ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ സംഖ്യയെ നമുക്ക് 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇത് മൊത്തം കൂട്ടുക. 3 2 5 5 6 11 11 1 എത്രയാണ്? 12 അല്ലേ? അപ്പം 12 എന്ന് പറയുന്നത് എന്താണ്? 3ന്റെ ഒരു ഗുണിതമാണ് അല്ലേ? 4 3 12 ആണ്. അപ്പോൾ എന്താണ്? 12 3ന്റെ ഗുണിതമായതുകൊണ്ട് ഈ മൊത്തം സംഖ്യ നമുക്ക് എന്ത് ചെയ്യാം? 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ നിശേഷം ഹരണം പഠിക്കുന്നത്. അപ്പോൾ എത്ര വലിയ സംഖ്യ ആയിക്കോട്ടെ ആ സംഖ്യയിലെ ഓരോ സംഖ്യകളും തമ്മിൽ കൂട്ടുക. അപ്പോൾ 123 എന്ന് പറയുമ്പോൾ 1 + 2 + 3 ഓരോ സംഖ്യയും തമ്മിൽ കൂട്ടുക. കൂട്ടിക്കിട്ടുന്ന ഉത്തരം 3 3ന്റെ ഗുണിതമോ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ മൊത്തം സംഖ്യയെയും 3 കൊണ്ട് നിശേഷം ഹരിക്കാം. അടുത്തത് നോക്കുക. ഏതെങ്കിലും ഒരു സംഖ്യ തന്നിട്ട് അതിന് 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്നുള്ളത് ചെക്ക് ചെയ്യാനുള്ളതാണ് പറയുന്നത്. 4 കൊണ്ടാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തന്നിട്ടുള്ള സംഖ്യയുടെ അവസാനത്തെ 2 അക്കം നോക്കുക. തന്നിട്ടുള്ള സംഖ്യയുടെ അവസാനത്തെ 2 അക്കം ഒന്നുകിൽ 2 0 ആവണം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? 4ന്റെ ഗുണിതമായിരിക്കണം. ഓക്കെ, ഒന്നുകിൽ 2 0 ആയിരിക്കണം അവസാനത്തെ 2 അക്കം, ഇല്ലെങ്കിൽ 4ന്റെ ഗുണിതമായിരിക്കണം. ഫോർ എക്സാമ്പിൾ നോക്കുക. ഇപ്പോൾ 932 ഇങ്ങനൊരു സംഖ്യ ഉണ്ടെന്ന് വിചാരിക്കാം. ഇതിനെ 4 കൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ഹരിക്കാൻ പറ്റുമോ എന്നുള്ളത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക? അവസാനത്തെ 2 അക്കം നോക്കുക. 2 അക്കം എന്ന് പറയുമ്പോൾ 32. 32 എന്ന് പറയുന്നത് എന്താണ്? 4ന്റെ ഗുണിതമാണല്ലോ. ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ഒന്നുകിൽ 2 0 ആവണം, ഇല്ലെങ്കിൽ 4ന്റെ ഗുണിതമാവണം. അപ്പോൾ 32 എന്ന് പറയുന്നത് 4ന്റെ ഗുണിതമാണ് അല്ലേ? 4 8 32 ആണ്. അപ്പോൾ 32 4ന്റെ ഗുണിതമായതുകൊണ്ട് ഈ മൊത്തം സംഖ്യ നമുക്ക് എന്ത് ചെയ്യാം? 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. അപ്പോൾ മൊത്തമായിട്ട് ഇരുന്ന് ഹരിച്ച് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ലാസ്റ്റത്തെ 2 അക്കം മാത്രം നോക്കിയാൽ മതി. 4ന്റെ ഗുണിതമായതുകൊണ്ട് എന്ത് ചെയ്യാം? 4 കൊണ്ട് നിശേഷം ഹരിക്കാം. ഓക്കെ, ഇനി വേറൊരു നമ്പർ. ഇപ്പോൾ 4000 എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ടെന്ന് വിചാരിക്കുക. ഇത് 4 കൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ഹരിക്കാൻ പറ്റുമോ എന്നുള്ളത് എങ്ങനെ ചെക്ക് ചെയ്യാം? അവസാനത്തെ 2 അക്കം നോക്കുക. 2 0 ആണ്. ഇവിടെ നോക്കുക, 2 അക്കം 0 ആയിട്ട് വന്നാൽ എന്ത് ചെയ്യാം? 4 കൊണ്ട് നിശേഷം ഹരിക്കാം. അപ്പം മൊത്തം 4000 എന്ന് പറയുന്ന സംഖ്യ എന്ത് ചെയ്യാം? 4 കൊണ്ട് നിശേഷം ഹരിക്കാം. ഓക്കെ, ഇനി വേറൊരു നമ്പർ നോക്കാം. ഇത്തിരി വലിയൊരു നമ്പർ നോക്കാം. ഓക്കെ, ഇങ്ങനെ ഒരു നമ്പർ ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിന് 4 കൊണ്ട് കറക്റ്റായിട്ട് ഹരിക്കാൻ പറ്റുമോ? നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ലാസ്റ്റത്തെ 2 അക്കം ചെക്ക് ചെയ്താൽ മതി. 2 അക്കം എത്രയാണ്? 24. 24 എന്ന് പറയുന്നത് 4ന്റെ ഒരു ഗുണിതമാണോ? ആണ്. 4 6 24 ആണ് അല്ലേ? അപ്പോൾ ഒരു 4ന്റെ ഗുണിതമായതുകൊണ്ട് ഈ മൊത്തം സംഖ്യ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ? അപ്പം 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമെന്ന് ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? അവസാനത്തെ തന്നിരിക്കുന്ന സംഖ്യയുടെ അവസാനത്തെ 2 അക്കം നോക്കുക. 2 0 ആവണം, അല്ലെങ്കിൽ 4ന്റെ ഗുണിതമായാൽ മതി. ഓക്കെ, അത് രണ്ടും ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. അടുത്തത് നോക്കുക, 5 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സംഖ്യ 5 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ ഈസിയാണ്. അവസാനത്തെ അക്കം നോക്കുക. അവസാനത്തെ അക്കം 5 അല്ലെങ്കിൽ 0 ആയി കഴിഞ്ഞാൽ ആ മൊത്തം സംഖ്യയെ നമുക്ക് എന്ത് ചെയ്യാം? 5 കൊണ്ട് നിശേഷം ഹരിക്കാം. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു സംഖ്യ, ഇപ്പം ഇങ്ങനെ ഒരു സംഖ്യ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. എന്ത് ചെയ്താൽ മതി? അവസാനത്തെ അക്കം നോക്കുക. അവസാനത്തെ അക്കം 0 ആണ് അല്ലേ? 0 ആയതുകൊണ്ട് തന്നെ ഈ മൊത്തം സംഖ്യ നമുക്ക് എന്ത് ചെയ്യാം? 5 കൊണ്ട് നിശേഷം ഹരിക്കാം.
ഇനി വേറൊരു സംഖ്യ നോക്കാം. ഇവിടെ എന്ത് ചെയ്യുക, അവസാനത്തെ അക്കം നോക്കുക, 5 ആണ് അല്ലേ. 5 ആയതുകൊണ്ട് എന്ത് ചെയ്യാം, മൊത്തം സംഖ്യ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 5 കൊണ്ട് നിശേഷം ഹരിക്കാം. അപ്പോൾ 5 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആകെ നോക്കേണ്ടത് എന്ത് ചെയ്താൽ മതി, തന്നിരിക്കുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം നോക്കുക. 0 അല്ലെങ്കിൽ 5 ഇതിലേതെങ്കിലും ഒന്നാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ മൊത്തം സംഖ്യനെയും 5 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. അടുത്തത് നോക്കാം 6 കൊണ്ട്. 6 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം 6 എന്ന് പറയുന്നത് എന്താണ്, 2 × 3 ആണ് അല്ലേ. 2 × 3 ആണ് 6 എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 × 3 ആയതുകൊണ്ട് തന്നെ 2ന്റെ നിശേഷ ഹരണം നമ്മൾ പഠിച്ചു അല്ലേ. എന്താണ് റൂൾ എന്ന് പഠിച്ചു, ഇരട്ട സംഖ്യ ആവണം അല്ലേ. ലാസ്റ്റിലെ അക്കം 0, 2, 4, 6, 8 വരുന്നതാണ് എന്ത്, 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുക. 3ന്റെ എങ്ങനെയാണ് പഠിച്ചത്, തന്നിരിക്കുന്ന സംഖ്യയിലെ അക്കങ്ങളെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞിട്ട് കിട്ടുന്ന സംഖ്യ 3 അതിൻ്റെ ഗുണിതമോ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 3 കൊണ്ട് നിശേഷം ഹരിക്കാം എന്ന് പറഞ്ഞു. ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന സംഖ്യകളെ മാത്രമേ നമുക്ക് 6 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, 2ന്റെ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം, 3 കൊണ്ടുള്ള നിശേഷഹരണത്തിൻ്റെ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കാം. ഇപ്പോൾ 18 എന്ന് പറയുന്ന ഒരു സംഖ്യ എടുത്തു. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ചെറുതായതുകൊണ്ട് ഈസി ആയിട്ട് കിട്ടും. ഇനി വലുത് പറഞ്ഞുതരാം കേട്ടോ. 18 എന്ന് പറയുന്ന ഒരു സംഖ്യ എടുത്തു. അപ്പോൾ 18 എന്ന് പറയുന്ന സംഖ്യയെ 6 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യത്തേത് ഇരട്ട സംഖ്യ ആണോ എന്ന് നോക്കുക അല്ലെ. 2 എന്ന് പറയുന്നതിൻ്റെ നിശേഷഹരണത്തിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി അവസാന അക്കം 8 ആണ്. അപ്പോൾ ഇതെന്താണ്, ഒരു ഇരട്ട സംഖ്യയാണ്. അപ്പോൾ 2ന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് 3ന്റെ നിശേഷഹരണത്തിൻ്റെ കണ്ടീഷൻ എന്താണ്, തന്നിരിക്കുന്ന സംഖ്യയുടെ അക്കങ്ങൾ തമ്മിൽ കൂട്ടിക്കിട്ടുന്ന ഉത്തരം 3 അതിൻ്റെ ഗുണിതമോ ആയിരിക്കണം അല്ലേ. അപ്പോൾ ഇവിടെ 8 ഒന്നും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്, 9 ആണ് വരിക. 9 എന്ന് പറയുന്നത് എന്താണ്, 3ന്റെ ഒരു ഗുണിതമാണ്. അതുകൊണ്ട് ഈ സംഖ്യ എന്ത് ചെയ്യാൻ പറ്റും, 3 കൊണ്ടും നിശേഷം ഹരിക്കാൻ പറ്റും. അപ്പം 2 കൊണ്ടും നിശേഷം ഹരിക്കാം, 3 കൊണ്ടും നിശേഷം ഹരിക്കാം. 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് തന്നെ ഈ മൊത്തം സംഖ്യ നമുക്ക് എന്ത് ചെയ്യാം, 6 കൊണ്ട് നിശേഷം ഹരിക്കാമെന്ന് പറയാം. ഓക്കെ ആണല്ലോ, മനസ്സിലായോ? അടുത്തൊരു സംഖ്യ നോക്കാം. ഇപ്പോൾ 20 എന്ന് പറയുന്ന സംഖ്യ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ 6 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഇതിൻ്റെ അവസാനത്തെ അക്കം 0 ആണ്. അപ്പോൾ 20 എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇരട്ട സംഖ്യയാണ് അല്ലേ. ഇരട്ട സംഖ്യ ആയതുകൊണ്ട് 2 കൊണ്ട് നമുക്ക് നിശേഷം ഹരിക്കാൻ പറ്റും. ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി ഇത് 2 കൂടെ കൂട്ടാം. 2ഉം 0 കൂടെ കൂട്ടി എത്രയാണ്, 2 ആണ്. 2 എന്ന് പറയുന്നത് 3ന്റെ ഗുണിതമോ ഒന്നും വരുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ടേ, ഇവിടെ ഒരു കണ്ടീഷനേ വരുന്നുള്ളൂ. അപ്പോൾ ഇരട്ട സംഖ്യയാണ്, പക്ഷെ 3ന്റെ ഗുണിതമാണ് എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഈ മൊത്തം സംഖ്യ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, 6 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റില്ല. ഓക്കെ ആണല്ലോ. വേറൊരു സംഖ്യ നോക്കാം. ഇങ്ങനൊരു സംഖ്യ ഉണ്ടെന്ന് വിചാരിക്കാം. ഇപ്പോൾ 361. ഈ സംഖ്യയെ 6 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നോക്കുന്നത് അവസാനത്തെ അക്കം. അവസാനത്തെ അക്കം 1 ആണ്. അപ്പോൾ തന്നെ എന്തായി, അത് ഇരട്ട സംഖ്യയല്ല അല്ലേ. അത് 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് മൊത്തം സംഖ്യയും എന്ത് ചെയ്യാൻ പറ്റില്ല, 6 കൊണ്ട് ചെയ്യാൻ പറ്റില്ല. 2ന്റെയും 3ന്റെയും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, 6 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഇത് ഒറ്റ സംഖ്യ ആയപ്പോൾ തന്നെ എന്തായി, കണ്ടീഷൻ പോയി അല്ലേ. അപ്പോൾ ഈ സംഖ്യ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, 6 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റില്ല. ഓക്കെ ആണല്ലോ. അപ്പോൾ 2ന്റെയും 3ന്റെയും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ 6 കൊണ്ട് ഒരു സംഖ്യയെ നമുക്ക് പൂർണ്ണമായിട്ടും നിശേഷമായിട്ടും ഹരിക്കാനായിട്ട് പറ്റുള്ളൂ. അടുത്തത് നോക്കുക, 7 കൊണ്ട് നിശേഷം ഹരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ 7 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നിരിക്കുന്ന സംഖ്യയുടെ അവസാനത്തെ സംഖ്യ എടുക്കുക. അതിൻ്റെ ഇരട്ടി എടുത്തിട്ട് തൊട്ടടുത്തുള്ള സംഖ്യ അതിൽ നിന്ന് മൈനസ് ചെയ്യുക. ആ കിട്ടുന്ന ആൻസർ 7ന്റെ ഗുണിതമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ മുഴുവൻ സംഖ്യയും 7 കൊണ്ട് നിശേഷം ഹരിക്കാം. അതായത് ഇവിടെ ശ്രദ്ധിക്കുക, 651 ഇങ്ങനൊരു സംഖ്യ ഉണ്ടെന്ന് വിചാരിക്കാം. ഇതിലെന്ത് ചെയ്യുക, ഇതിൻ്റെ അവസാനത്തെ സംഖ്യ എടുക്കുക, 1 അല്ലേ. ആ 1ന്റെ ഇരട്ടി എത്രയാണ്, 1ന്റെ ഇരട്ടി 2 ആണ് അല്ലേ. ആ 2 മൈനസ് ചെയ്യുക. എന്തിൽ നിന്നാണ് മൈനസ് ചെയ്യേണ്ടത്, ബാലൻസ് ഉള്ള സംഖ്യയിൽ നിന്നും. ഇവിടെ 1 കഴിഞ്ഞാൽ ബാലൻസ് ഉള്ളത് എന്താണ്, 65. ആ 65ൽ നിന്നും ഇതും 2 മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 63 എന്ന് കിട്ടും. 63 എന്ന് പറയുന്നത് എന്താണ്, 7ന്റെ ഒരു ഗുണിതമാണ് അല്ലേ. അതുകൊണ്ട് ഈ മൊത്തം സംഖ്യ 651 എന്ന് പറയുന്ന സംഖ്യ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 7 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പം നമുക്ക് വലിയൊരു സംഖ്യ, ഇപ്പം ഇങ്ങനെയൊക്കെ ഒരു സംഖ്യ തന്നു കഴിഞ്ഞാൽ ഇതിനെ 7 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, അവസാനത്തെ സംഖ്യ എടുക്കുക, അതിൻ്റെ ഇരട്ടി എടുക്കുക, ബാക്കിലുള്ള സംഖ്യ കുറയ്ക്കുക.
വീണ്ടും അതിൻ്റെ പകുതി ഇരട്ടി എടുക്കുക, എന്ത് ചെയ്യുക, പിന്നിലുള്ള സംഖ്യ വെച്ച് കുറയ്ക്കുക. അങ്ങനെ പോയി 2 അക്ക സംഖ്യ എത്തുമ്പോൾ നിർത്തുക. ആ 2 അക്കം വരുന്നത് 7ൻ്റെ ഗുണിതമാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് 7 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും എന്നുള്ളത് നോക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. ഇപ്പോൾ ഇങ്ങനൊരു സംഖ്യ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഈ സംഖ്യയെ നമുക്ക് നിശേഷം 7 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്നുള്ളത് എങ്ങനെയാണ് നോക്കുക. അവസാനത്തെ സംഖ്യ എടുക്കാം, 1 ആണ്. 1ൻ്റെ ഇരട്ടി എത്രയാ, 2 അല്ലേ. ആ 2 മൈനസ് ചെയ്യുക. എന്തിൽ നിന്നാണ് മൈനസ് ചെയ്യേണ്ടത്, ലാസ്റ്റുള്ള ഈ 3 സംഖ്യ കൊണ്ട്. 432. 432 2 പോയി എത്രയാണ്, 430 ആണ് അല്ലേ. 3 അക്ക സംഖ്യ ആയിട്ടുള്ളൂ. 2 അക്ക സംഖ്യ ആവുന്നത് വരെ ഇത് ചെയ്തുകൊണ്ടിരിക്കണം. ഇനി 3 അക്ക സംഖ്യ കിട്ടി. ഇവിടെ അടുത്ത ലാസ്റ്റ് സംഖ്യ എന്താണ്, 0. 0യുടെ ഇരട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്, 0 തന്നെയാണ്. അപ്പോൾ ആ 0 മൈനസ് ചെയ്യുക. എവിടെ നിന്നും, 43 നിന്നും. 43 0 പോയി എന്താണ്, 43 തന്നെയാണ്. 43 എന്ന് പറയുന്നത് 7ൻ്റെ ഒരു ഗുണിതമാണോ, ആണോ, അല്ല. അപ്പം എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ മൊത്തം സംഖ്യയെ നമുക്ക് 7 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റില്ല. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 7ൻ്റെ നിശേഷഹരണം എങ്ങനെയാണ്, തന്നിട്ടുള്ള സംഖ്യയിലെ അവസാനത്തെ സംഖ്യ എടുക്കുക, അതിൻ്റെ ഇരട്ടി എടുക്കുക, അതിനെ തൊട്ടടുത്തുള്ള സംഖ്യയിൽ നിന്ന് കുറയ്ക്കുക. കിട്ടുന്ന ആൻസർ 7ൻ്റെ ഗുണിതമാണെങ്കിൽ ആ മൊത്തം സംഖ്യ നമുക്ക് എന്ത് ചെയ്യാം, 7 കൊണ്ട് നിശേഷം ഹരിക്കാം. അടുത്തത് നോക്കുക, 8 കൊണ്ട് നിശേഷം ഹരിക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ 8 കൊണ്ട് ഒരു സംഖ്യയെ നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് അതിൻ്റെ അവസാനത്തെ 3 അക്കം നോക്കിയിട്ടാണ്. അവസാനത്തെ 3 അക്കം ഒന്നുകിൽ 0 ആവണം, അല്ലെങ്കിൽ എന്താവണം, 8ൻ്റെ ഗുണിതമാവണം. ഓക്കെ, അവസാനത്തെ 3 അക്കം നോക്കുക, 0 ആവണം അല്ലെങ്കിൽ 8ൻ്റെ ഗുണിതമാവണം. അങ്ങനെയാണെങ്കിൽ മൊത്തം സംഖ്യ എന്ത് ചെയ്യാം, 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു സംഖ്യ നമുക്ക് 6000 എന്ന് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഇതിനെ 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്ന് ചെക്ക് എന്ത് ചെയ്താൽ മതി, അവസാനത്തെ 3 അക്കം നോക്കുക, എന്താണ്, 0 ആണല്ലോ. അപ്പോൾ ഈ മൊത്തം സംഖ്യ നമുക്ക് എന്ത് ചെയ്യാം, 8 കൊണ്ട് നിശേഷം ഹരിക്കാം. അടുത്തൊരു സംഖ്യ നോക്കുക, ഇങ്ങനൊരു സംഖ്യ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഇത്രയും വലിയൊരു സംഖ്യ തന്നിട്ടുണ്ട്. ഇതിനെ 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്നെങ്ങനെ ചെക്ക് ചെയ്താൽ മതി, അവസാനത്തെ 3 അക്കം മാത്രം നോക്കിയാൽ മതി. അവസാനത്തെ 3 അക്കം എന്താണ്, 128. ഇത്രയും വലിയ സംഖ്യനെ 8 കൊണ്ട് ഹരിക്കുന്നതിനേക്കാളും നല്ലത് എന്താ, 128നെ 8 കൊണ്ട് ഹരിക്കുന്നതല്ലേ. അപ്പോൾ 128 ഡിവൈഡഡ് ബൈ 8 നമുക്ക് വെട്ടിച്ചുരുക്കി ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ, 8 ഒരു പ്രാവശ്യം പോകും, ബാക്കി എന്താണ്, 4 ഉണ്ട്. 48ൽ 6 പ്രാവശ്യം 16 എന്ന് നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ കറക്റ്റായിട്ട് 8 ഹരിക്കാൻ പറ്റും. അതുകൊണ്ട് എന്താണ്, 128 8ൻ്റെ ഒരു ഗുണിതമായതുകൊണ്ട് ഈ മൊത്തം സംഖ്യ നമുക്ക് എന്ത് ചെയ്യാം, 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എത്ര വലിയ സംഖ്യ ആയിക്കോട്ടെ അവസാനത്തെ 3 അക്കം നോക്കുക, 0 ആവണം അല്ലെങ്കിൽ 8ൻ്റെ ഗുണിതമായി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്താണ്, അത് നിശേഷം ഹരിക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇത്രയും വലിയ സംഖ്യനെ 8 കൊണ്ട് ഹരിക്കുന്നതിനേക്കാളും എളുപ്പമല്ലേ അവസാനത്തെ 3 അക്കം എടുത്തിട്ട് 8 കൊണ്ട് ഹരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അടുത്തത് 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ 3ൻ്റെ പഠിച്ചത് ഓർമ്മയുണ്ടോ, 3ൻ്റെ എങ്ങനെയായിരുന്നു, തന്നിട്ടുള്ള സംഖ്യയിലെ മൊത്തം അക്കങ്ങൾ തമ്മിൽ കൂട്ടുക, എന്നിട്ട് കിട്ടുന്ന സംഖ്യ 3ൻ്റെ ഗുണിതമാണെങ്കിൽ ആ മൊത്തം സംഖ്യയെ നമ്മൾ എന്ത് ചെയ്യാം, 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ അതേപോലെ തന്നെയാണ് 9 കൊണ്ടും. 9 കൊണ്ട് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ സംഖ്യ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഇതിന് മൊത്തത്തിൽ നമുക്ക് 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെല്ലാം കൂടെ കൂട്ടാം. 6ഉം 1ഉം 7, 7ഉം 2ഉം 9, 9 3 എത്രയാണ്, 12 ആണ്. 12 എന്ന് പറയുന്നത് എന്താണ്, 9ൻ്റെ ഗുണിതമാണോ, അല്ല. അപ്പോൾ ഈ മൊത്തം സംഖ്യ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റില്ല. ഓക്കെ, ഇനി അടുത്തൊന്ന് നോക്കാം. ഇങ്ങനൊരു സംഖ്യ ഉണ്ടെന്ന് വിചാരിക്കാം. ഇതിനെ നമുക്ക് 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം, ഇവിടെ കൂട്ടി നോക്കാം. 6ഉം 2ഉം 8, 8ഉം 1ഉം 9. 9 എന്ന് പറയുന്നത് 9ൻ്റെ ഒരു ഗുണിതമല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ്, ഈ മൊത്തം സംഖ്യേനെ 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പോൾ 3ൻ്റെ പഠിച്ച അതുപോലെ തന്നെയാണ്, തന്നിട്ടുള്ള സംഖ്യയിലെ എല്ലാ അക്കങ്ങളും കൂടെ കൂട്ടുക, കൂട്ടി കിട്ടുന്ന ഉത്തരം 9ൻ്റെ ഗുണിതമാണെങ്കിൽ ആ മൊത്തം സംഖ്യയെ നമുക്ക് എന്ത് ചെയ്യാം, 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. 9 കഴിഞ്ഞാൽ അടുത്ത ആൾ ആരാണ്, 10 ആണ്. 10ൻ്റെ നമുക്ക് പഠിക്കേണ്ട കാര്യമുണ്ടോ, ലാസ്റ്റ് 0 വരുന്ന നമ്പേഴ്സ് അല്ലേ. ഇപ്പോൾ 530 അല്ലെങ്കിൽ ഇത്ര വലിയ സംഖ്യ ആയിക്കോട്ടെ, അവസാനം 0 വരണം. അവസാനം 0 വരുന്ന സംഖ്യകളെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, 10 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 10 വരെയുള്ള സംഖ്യകളുടെ നിശേഷ ഹരണം എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു തന്നു. അപ്പോൾ ഓരോന്നിൻ്റെയും സംഖ്യയുടെ താഴെ നിങ്ങൾ എഴുതി വെക്കുക. അതിനുശേഷം നമ്മൾ ഡെയിലി എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക, അത് പഠിച്ച് വെക്കുക. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. PSCയുടെ എക്സാമിനായാലും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ആയാലും നമ്മൾ ഹരിക്കുമ്പോഴും എല്ലാത്തിനും ഏത് കണക്കിൻ്റെ എന്ത് പ്രോബ്ലം ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലായിടത്തും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് കറക്റ്റായിട്ട് പോവോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോൾ പറഞ്ഞു തന്നിട്ടുള്ള ഈ ചെറിയ ചെറിയ വഴികളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.